വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കാല് മാത്രമല്ല കൈയും വെട്ടാൻ അറിയാമെന്ന് CPM പെരുന്നാട് ഏരിയ കമ്മിറ്റി അംഗം ജീസൺ സാജൻ ജോസഫ്. ചില കാര്യങ്ങൾക്ക് ചോര വീഴുന്നത് മാത്രമാണ് പരിഹാരം. പത്തനംതിട്ട കൊച്ചുകോയിക്കൽ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് CPM ലോക്കൽ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെയാണ് ഈ പ്രകോപന പ്രസംഗം. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്, ധൈര്യമായിട്ട്. മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങൾ തന്നിത്തോട്ടിലെ ലോക്കൽ സെക്രട്ടറി പറഞ്ഞത് കാര്യമെന്നുള്ളതാണ്. എന്നാലും ആശാനെ, ഈ കാര്യത്തിൽ വേറെ തീർപ്പില്ല, തീരുമാനവുമില്ല. ഞങ്ങൾ ജനകീയ ജനാധിപത്യ വിപ്ലവം മാത്രമല്ല, സായുധ വിപ്ലവം നടത്തുന്നതിനു വേണ്ടിയും അറിയാവുന്നവരാണ്. ഒരു കലാപം തന്നെ ഇവിടെ പൊട്ടി പുറപ്പെട്ടേക്കാം. സായുധ വിപ്ലവം ഞങ്ങൾക്ക് പുത്രിയല്ല. എന്ത് പുല്ലാണ് അതിന്റെയൊക്കെ സായുധ വിപ്ലവം. മാത്രമല്ല, കൈയും വെട്ടി നിങ്ങളുടെ ഈ അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ അറിയാവുന്നവരാണ് ഞങ്ങൾ. അവന്റെ ഒരു കൈ ഇന്ന് രാത്രി ഡാമിലെ ചെമ്പല്ലികൾ തിന്നിരിക്കണം. ഒറ്റക്കാലിൽ നടക്കാനുള്ളതായ അഭ്യാസം കൂടി പഠിച്ചിട്ട് വേണം ഈ പണിക്കിനി ഇറങ്ങാനുള്ളത് കൂടി സൂചിപ്പിക്കുകയാണ്. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പൈപ്പറും നല്ല അടിപൊളിയാ. കൊലപാതക ശ്രമത്തിന് ഇനിയും നിങ്ങൾ കൂടുതൽ കേസ് കൊടുക്കേണ്ടതായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഇതാ എല്ലാരോടായിട്ട് പറയാന്, എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. കത്തിക്കുത്തി കീലേരി അച്ഛന് പുത്തരിയല്ല. അങ്ങനെ അക്രമ രാഷ്ട്രീയത്തിന് ആഹ്വാനം ചെയ്യുകയാണ് ഭരണ പാർട്ടിയിലെ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ. അവന്റെ അമ്മയുടെ ഒരു സായുധ വിപ്ലവം. എടാ, മേലാങ്ങാതെ ഉരുട്ടി വിഴുങ്ങലല്ല നിന്റെയൊക്കെ രാഷ്ട്രീയം. കാല് വെട്ടിയെടുക്കാനുള്ള ആഹ്വാനം. ഇവരൊക്കെ ഈ നാടിന് നൽകുന്ന സന്ദേശം എന്താണ്? ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞത് ശരിയാണോ? എന്റെ പൊന്നു സാറേ, അല്പം ചട്ടമ്പിത്തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്, പ്രത്യേകിച്ച് CPM പ്രസ്ഥാനങ്ങൾ അതിനെതിരെ പ്രതിഷേധം നടത്താറുള്ളത് സ്വാഭാവികമാണ്. അതിനോട് തർക്കമുള്ള കാര്യത്തിൽ തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. റെജി ലൂക്കോസ് ഇങ്ങനെ പറയുമ്പോൾ ഗതികേടാണ് എനിക്ക് തോന്നുന്നത്, സഹതാപമാണ് അങ്ങേട് തോന്നുന്നത്. കാരണം സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. ഒരു LDF ഭരിക്കുന്ന സംസ്ഥാനത്ത് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും പീഡനം ഏൽക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മാത്രം മര്യാദക്കാരായി ജീവിച്ചാലേ തല്ലുകൊണ്ട് തൂറി മേഴുകത്തേ ഉള്ളൂ. വളരെ ലജ്ജയാണത്, ലജ്ജാകരമാണത്. അപ്പോൾ ഇവിടെ ഒരു ഭരണകൂടമില്ല, ഒരു ജില്ലാ ഭരണകൂടമില്ല. ഇതൊന്നുമല്ല, വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ.